ദൈവം നൽകിയ വിലപ്പെട്ട സമയം തമ്പുരാനു വേണ്ടി സമർപ്പിച്ച് തിരുമുടിക്കുന്ന ലിറ്റിൽ ഫ്ലവർ ചർച്ച് ബൈബിളിലെ പുതിയ നിയമം പകർത്തിയെഴുതി ഈശോയുടെ കൈയക്ഷരങ്ങളായി മാറിയിരിക്കുകയാണ് ഇടവകയിലെ 30 പേർ. ഏകദേശം 9 മാസത്തോളം സമയമെടുത്താണ് വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷം പകർത്തിയെഴുതിയത്. ഏറ്റവും മനോഹരമായി ബൈബിൾ പകർത്തിയെഴുതിയ 30 പേരെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതലേ നാം പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. സ്നേഹം നിറഞ്ഞവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അനുഗ്രഹപ്രദമായ ഒരു ദിവസത്തിനാണ്. ഈ ദേവാലയത്തിലെ 30ഓളം വരുന്ന ആത്മായരും സന്യസ്തരും അടങ്ങുന്ന സംഘം വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമം എഴുതി പൂർത്തീകരിച്ച് ഇന്ന് ഈ ദേവാലയത്തിലെ പരിശുദ്ധമായ അൾത്താരയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതിൽ തിരുമുടിക്കുന്നിലെ വിശ്വാസ പരിശീലന സമൂഹത്തിന് അതിയായ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന ബിബ്ലിയ ഫെസ്റ്റ് IBCയുടെ ഭാഗമായി കുട്ടികളിൽ വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ ലിഖിതത്തെയും കുറിച്ചുള്ള ആഴമായ അറിവ് പകർന്നു കൊടുക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിശ്വാസ പരിശീലകർ ഒന്നു ചേർന്ന് ആലോചിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഞങ്ങൾ എത്തിച്ചേർന്നതാണ് വിശുദ്ധ ഗ്രന്ഥം തന്നെ പകർത്തി എഴുതാം എന്നൊരു ആശയത്തിലേക്ക്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, രൂപരേഖ എന്നിവ ഞങ്ങൾ തയ്യാറാക്കി. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളാണ് എഴുതാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഈ 260 അധ്യായങ്ങളും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഡിവൈഡ് ചെയ്ത് നൽകുകയും ഒരാഴ്ച കൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് എഴുതി പൂർത്തിയാക്കി ബൈൻഡ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ ഏറ്റവും ആദ്യമേ തന്നെ അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ടത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിവിധ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നെഴുതിയ വിശ്വാസ പരിശീലന കുടുംബത്തിൻ്റെ ഒരു സ്വന്തം വിശുദ്ധ ഗ്രന്ഥമാണ് അത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണ സമയത്താണ് എന്തുകൊണ്ട് ഇത് വിദ്യാർത്ഥികളിൽ മാത്രമാക്കാതെ അധ്യാപകരിലേക്കും ഇടവകകളിലേക്കും ഇടവക ജനങ്ങളിലേക്കും ഈ ബൈബിൾ എഴുതുന്ന ചിന്ത വ്യാപിപ്പിച്ചുകൂടാ എന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അധ്യാപകരും ചേർന്ന് ചിന്തിച്ചത്. അതിൻ്റെ ഫലമായി കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുകയും എഴുതുവാൻ താല്പര്യമുള്ള ഇടവക ജനങ്ങളെ ഈ ദേവാലയത്തിലേക്ക് വിളിച്ചുകൂട്ടുകയും എഴുതുന്നതിനാവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. നവംബർ മാസത്തോടെ എഴുതി പൂർത്തിയാക്കി ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ഇടവക ജനങ്ങൾക്ക് ബൈബിൾ പകർത്തി എഴുതുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം ഈ ഇടവകയിലെ 30ഓളം വരുന്ന വ്യക്തികൾ ബൈബിൾ പുതിയ നിയമം പകർത്തി എഴുതി ഇന്ന് ഈ ദേവാലയത്തിലെ അൾത്താരയിൽ സമർപ്പിക്കുന്നത്. തിരുമുടിക്കുന്ന ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ വിശ്വാസ പരിശീലന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു ദിവസം കൂടിയാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തെ തുടർന്ന് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ്. ദൈവനിവേശിതമാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് പിന്നിൽ ദൈവം തന്നെയാണ് പ്രവർത്തിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബൈബിൾ പകർത്തി എഴുതിയ ഓരോ വ്യക്തികളിലും അവർക്ക് പ്രേരണയായത് ദൈവം തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ബൈബിൾ എഴുതിയവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ തുടർന്ന് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രവൃത്തിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞതിൽ
തിരുമുടിക്കുന്ന ഇടവകയിലെ വിശ്വാസ പരിശീലന കുടുംബത്തിന് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത്തരത്തിൽ 30ഓളം വ്യക്തികൾ ഈ ദേവാലയത്തിൽ വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതി ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ സർവശക്തനായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവണിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ഇടവക വിശ്വാസ പരിശീലന രംഗത്ത് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൽ കുട്ടികളെ കൊണ്ട് ഓരോ അധ്യായം എഴുതിച്ച് പുതിയ നിയമം ബൈൻഡ് ചെയ്ത് ഒരു സുവിശേഷമാക്കാനായിട്ട് സാധിച്ചു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഇടവകയിൽ മൊത്തത്തിൽ താല്പര്യമുള്ളവർക്ക് പുതിയ നിയമം എഴുതുവാനുള്ള ഒരു മത്സരം ഒരുക്കാനായിട്ട് ആഗ്രഹിച്ചത്. അത് പള്ളിയിൽ പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേര് മുന്നോട്ട് വന്നു. അത് ക്രിസ്മസിനോട് അനുബന്ധിച്ചാകുമ്പോൾ കുറേ കൂടി അർത്ഥവത്താകുമെന്ന് കരുതുകയുണ്ടായി. കാരണം വചനം മാംസമായതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ബൈബിൾ വായിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ബൈബിൾ എഴുതുമ്പോൾ അത് കൂടുതൽ ഗ്രഹിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ വചനം മാംസമായത് അർത്ഥവത്തായി തീരുന്നു. അതുകൊണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് ബൈബിൾ പുതിയ നിയമം എഴുതി അത് അവതരിപ്പിക്കുക, അത് ഏറ്റവും നന്നായിട്ട് ചെയ്തവർക്ക് സമ്മാനം കൊടുക്കുക, ആ ഒരു ഉദ്യമമാണ് ഇവിടെ ആരംഭിക്കുകയും അത് വിജയിപ്പിക്കാൻ സാധിച്ചത്. 60ഓളം പേര് ആരംഭിച്ച് അത് 30ഓളം പേര് വളരെ ഭംഗിയായിട്ട് ബൈബിൾ എഴുതി അത് ബൈൻഡ് ചെയ്ത് പൂർത്തീകരിച്ച് ലഭിച്ചതിലേറെ സന്തോഷമുണ്ട്. എല്ലാവരും തന്നെ അതൊരു ദൈവിക നിയോഗമായിട്ടാണ് അത് എഴുതാനായിട്ട് മുന്നോട്ട് വന്നത്. പലർക്കും അതിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായി. വചനം കൂടുതൽ ഗ്രഹിക്കുവാനും അത് ജീവിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനിടയായി. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ മതാധ്യാപകരുടെ നേതൃത്വം വളരെ സജീവമായിരുന്നു. പേരുകൾ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അത് ഓരോ സമയത്തും കറക്ഷൻസ് കൊടുത്ത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മതാധ്യാപകർ ഏറെ ത്യാഗം സഹിച്ചു. ഈ അവസരത്തിൽ ബൈബിൾ 30 പേര് എഴുതി പൂർത്തിയാക്കിയവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിൽ വളരെ ഭംഗിയായിട്ട് 1, 2, 3 സ്ഥാനം ലഭിച്ചവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നേതൃത്വം കൊടുത്ത അധ്യാപകരെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നു. വചനം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വചനമനുസരിച്ച് ജീവിക്കുവാനും വചനം മാംസമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്ത് ബൈബിൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആ ഓരോ വരിയോടൊപ്പം എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗം കൂടെ ചേർത്ത് വച്ചിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം വേണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ബൈബിൾ എഴുതാൻ ആഗ്രഹിച്ചതും എഴുതി തുടങ്ങിയതും. സുവിശേഷ ഭാഗം മുഴുവനാക്കി അപ്പസ്തോല പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു മനോഹരമായ ഭവനം ഞങ്ങൾക്കായി ദൈവം ഒരുക്കി തന്നു. സെപ്റ്റംബർ 14-ാം തീയതി ഞങ്ങളുടെ പുതിയ ഭവനത്തിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഞാൻ ബൈബിൾ എഴുതി തുടങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്ന ചലഞ്ചുകളാണ്. സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് ടയേർഡായി വീട്ടിലെത്തി പിന്നെ ലേറ്റ് നൈറ്റൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പറയുമായിരുന്നു,
നീ ബൈബിളിൻ്റെ അവസാന ഭാഗം നമ്മുടെ പുതിയ വീട്ടിലിരുന്നായിരിക്കും എഴുതുക എന്ന്. അതുപോലെ തന്നെ പുതിയ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ ബൈബിൾ ഞാൻ പൂർത്തീകരിച്ചത്. ബൈബിൾ പൂർത്തീകരിച്ച് ബൈൻഡ് ചെയ്ത് വികാരിയച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയ മിഷൻ കംപ്ലീറ്റ് ചെയ്തൊരു ഫീലായിരുന്നു. ഞാൻ ഈ ബൈബിൾ എഴുതാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വീടുണ്ടായിരുന്നില്ല. ആ വീടിന് 2012 വീട് പണി ആരംഭിക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ തടസ്സങ്ങളായിരുന്നു, എപ്പോഴെപ്പോഴും തടസ്സങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2016 പഞ്ചായത്തിൽ ഒരു അപേക്ഷ വെച്ചു വീട് പണിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് റിജക്റ്റായി പോയി. പിന്നെ 2020 അപേക്ഷ വെച്ചു. അതിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ പേര് വന്നത് 145-ാമത്തെയാണ്. അപ്പോൾ ഞങ്ങളത് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. ബൈബിൾ എഴുതി തുടങ്ങി പിറ്റത്തെ മാസം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അന്വേഷണത്തിന് വന്നു. ബൈബിൾ എഴുതി ആവണേനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പ്ലാൻ വരച്ചോളാൻ പറഞ്ഞു. ഈ ഡിസംബർ 23-ാം തീയതി ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നു. ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങൾ വീട് പണി ആരംഭിക്കുകയാണ്. ഈ ബൈബിൾ എഴുതിയതിലൂടെ എനിക്ക് വളരെ ദൈവാനുഗ്രഹമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥിക്കുന്ന കരങ്ങളും സഹായിക്കുന്ന കരങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ ജനിച്ച കടിഞ്ഞൂൽ കൺമണിയാണ് ഞാൻ എന്ന് എന്നെ സ്വയം പരിചയപ്പെടുത്താനാണ് എനിക്കാഗ്രഹം. പ്രാർത്ഥനയുടെയും പരസ്നേഹത്തിൻ്റെയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം തൊട്ടനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഉള്ളതും പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയത്തിൻ്റെ ഒരു ഭാഗം തമ്പുരാന് വേണ്ടി മാറ്റിവെക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് വിശുദ്ധ ബൈബിൾ പകർത്തി എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചത്. സമയമില്ലാത്ത ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമ്പുരാന് വേണ്ടി എൻ്റെ സമയം ഞാൻ മാറ്റിവെച്ചപ്പോൾ ഒരുപാട് നിയോഗങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എഴുതാൻ തുടങ്ങിയത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ അസുഖത്തിൻ്റെ സങ്കടങ്ങൾ, ജോലി സംബന്ധമായ നിയോഗങ്ങൾ, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വീട് വയ്ക്കാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം, ഇങ്ങനെ മനുഷ്യന് അസാധ്യമായ ഒരുപാട് നിയോഗങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങിയത്. എഴുതാൻ ആരംഭിച്ചപ്പോൾ മുതൽ എനിക്ക് തടസ്സങ്ങളായിരുന്നു. ഒരു നിമിഷം ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് പോലും സംശയിച്ച ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബൈബിൾ പകർത്തി എഴുതി ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് എന്നെ തേടി മംഗളവാർത്ത വന്നത്. അതോടുകൂടി ഞാൻ നിയോഗം വെച്ച ഒരു കാര്യം മംഗളവാർത്തയായി ഞാൻ കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയാണ് ഉണ്ടായത്. ഈ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയപ്പോൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ, എന്തെല്ലാം നിയോഗങ്ങൾ നല്ല തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ കാഴ്ചവെച്ചുവോ അതെല്ലാം, മനുഷ്യന് അസാധ്യമായതെല്ലാം സാധ്യമാക്കി തന്ന തമ്പുരാൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
നമുക്കുള്ളതും നമ്മുടെ ഉള്ളവും തമ്പുരാന് കൊടുക്കുന്നതോടൊപ്പം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയത്തിൻ്റെ കുറച്ച് നേരം തമ്പുരാന് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ തകരുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ വളരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും.